മുംതാസ് അലി എന്ന് പറയുന്ന ഒരു വ്യവസായി, അദ്ദേഹം ഒരു മുൻ MLA-യുടെ അതുപോലെ തന്നെ ജനതാദൾ അതിൻ്റെ ആ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ നേതാവായിരുന്ന ഒരാളുടെയൊക്കെ സഹോദരനാണ്. ഇനി ഇത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് ആത്മഹത്യയാണോന്നും ഇപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. കാരണം അത് ഇനി പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ഡെത്ത് ഡ്യൂ ടു ഡ്രൗണിങ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആത്മഹത്യയെന്ന് ഉറപ്പിച്ച് പറയാൻ ഒക്കത്തില്ല. ആരെങ്കിലും ഇയാളെ വണ്ടി ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണം ആരെങ്കിലും ഇയാളെ അപകടപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നെടുത്ത് പുഴയിൽ എറിഞ്ഞാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. ഞായറാഴ്ച വെളുപ്പിനെയാണ് വീട്ടിൽ നിന്ന് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ കാറ് ഒരു പാലത്തിൽ ബ്രിഡ്ജിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഇട്ടിരുന്നു. അപ്പോൾ ഇത് അവിടെ പോയി അദ്ദേഹം കാറിൻ്റെ താക്കോലും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആ പാലത്തിൽ തന്നെ ഉണ്ട്. ആ നദിയിൽ നിന്ന് അതിലേക്ക് ചാടി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് നമ്മുടെ ഈശ്വർ മാൽപ്പയും സംഘമൊക്കെ തന്നെ വന്നാണ് ഈ ബോഡി കണ്ടെടുക്കാനും ഒക്കെ ഇടയാക്കിയത്. അദ്ദേഹമൊക്കെയാണ് കണ്ടെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഏതോ ഒരു ഹണി ട്രാപ്പിൽ അദ്ദേഹം പെട്ടു. സാധാരണഗതിയിൽ ഈ ഹണി ട്രാപ്പിൽ പെടുന്നവർ പലപ്പോഴും ഉണ്ടല്ലോ, ഹണി ട്രാപ്പിൽ പെടുത്തുന്നവർ ഒന്നത് നല്ല ധൈര്യമുള്ളവരെ ഇവർ ഇത് ചെയ്യാറില്ല. നല്ല ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോയി കേട്ടോ, അതിനെന്താ കുഴപ്പമായതിൻ്റെ ആന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഉള്ള ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അയാൾക്കൊന്നും സംഭവിക്കുകയല്ല. അത് കാരണം അങ്ങനെയുള്ളവരടുത്ത് ഇവർ പോവുകയല്ല. ഈ ഹണി ട്രാപ്പ് അറേഞ്ച് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്നത്, വളരെ വൾണറബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, ഇവർക്ക് പറ്റിയ ആളുകൾ അവർ നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അവർ പണക്കാരായിരിക്കും, നല്ല ബിസിനസ്സുകാരോ വ്യാപാരികളോ അതൊക്കെ ആയിരിക്കും, പണം ഒരുപാടുള്ളവരായിരിക്കും, അവർ ഇഷ്ടംപോലെ പണം മറിക്കാൻ കഴിവുള്ള ആളുകളുമായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേ ഇത് പോവുള്ളൂ. അങ്ങനെ ഏതെങ്കിലും കൊണ്ട് കാണിക്കും. ഇത് മനുഷ്യൻ്റെ ഒന്നാമത് ഈ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഈ ആളുകൾ ഇവനൊക്കെ ഇതുപോലുള്ള ധൈര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഒരു ഈ പെണ്ണ് വന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ പോവുക, പെണ്ണിനെ കണ്ടുകൊണ്ട് മണപ്പിച്ച് അതിൻ്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്യാൻ പാടില്ല. ആ വൃത്തികേടുകളുടെ പുറകെ പോകുമ്പോൾ പിന്നെ അവൻ്റെ ഫാമിലി അവന് കീപ്പ് ചെയ്യണം. കാരണം പ്രായമായ മോള് കാണും, പിന്നെ അവൻ്റെ ഭാര്യയുണ്ട്. ഇവരൊക്കെ അറിഞ്ഞാൽ ഇനി ഇതിപ്പോൾ എങ്ങനെ പിന്നെ സമൂഹത്തിൽ ജീവിച്ചിരിക്കും? ഈ കാഴ്ചപ്പാട്, ഈ തോന്നലുള്ള ആളുകൾ, ഈ പേടിയുള്ളവർ ഒരു കാരണവശാലും ഈ അനാവശ്യത്തിന് പോകരുത്. അത് ആദ്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പെണ്ണിനെയും കാണിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവനെ പുറകെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബദ്ധപ്പാടാണ്. അങ്ങനെ പല സ്ത്രീകൾ ഇപ്പോൾ ഇതുമായിട്ട് നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഈ ഒരു ഗ്രൂപ്പാണ്. അതിൽ സ്ത്രീ ഒന്നേ കാണുള്ളൂ, പക്ഷേ ബാക്കി പുരുഷന്മാരായിരിക്കും കൂട്ടാളികൾ. അവരിതുപോലെ കാണിച്ച് ഇയാളെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം നിർത്തി, വേറെ ഒന്നും നടക്കത്തില്ല അവിടെ. ഫോട്ടോ ഒക്കെ അങ്ങ് എടുക്കും മുഴുവനായിട്ട്, നഗ്നനായിട്ടുള്ള ഫോട്ടോ. സ്ത്രീക്കൊന്നും സംഭവിക്കാനില്ലല്ലോ, കാരണം അവിടെ ഇതിൻ്റെ ഭാഗമല്ലേ. ഇതുപോലെ നിന്ന് അവരെ നിൽക്കുന്നതും കിടക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് വെളിയിൽ കാണിക്കും എന്നുള്ള ഭീഷണി വരുമ്പോഴാണ് ഇയാൾ അന്നേരം കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിക്കും, അതങ്ങെടുക്കും. ബാക്കി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ വാങ്ങിയെടുത്തു കേട്ടോ. വാങ്ങിയെടുത്ത് കഴിഞ്ഞ് ചോദിച്ചു, ഇയാളെ ഭീഷണിപ്പെടുത്തി 50 ലക്ഷം രൂപ എടുത്തിട്ട് അത് പോരാ ഈ കിട്ടിയ ആളുകൾക്ക്. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾക്ക് ഇനിയും കഴിവുണ്ട് കൊടുക്കാൻ. അപ്പോൾ വീണ്ടും പണം ചോദിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ വെളിവാക്കും എന്ന് പറഞ്ഞു. ഈ ദൃശ്യങ്ങളെല്ലാം വെളിയിൽ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് വേറെ മാർഗമില്ല, ജീവിച്ചിരിക്കാൻ. അയാൾക്ക് പിന്നെ പണം കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ പണം കൊടുത്താലും വീണ്ടും എത്ര കൊടുത്താലും ഇത് തീരത്തില്ല. കാരണം ഇവരുടെ കയ്യിൽ ഇത് ഇരിക്കുന്നിടത്തോളം കാലം, ഈ പണം ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഇത് തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കൂടുതൽ പണം ചോദിക്കുമ്പോൾ 1 രൂപ പോലും ഇങ്ങനെയുള്ളവർ കൊടുക്കരുത്. അതായത് ഇതിനകത്ത് നമ്മൾ നോക്കാനുള്ളത്. ഇങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ നീ കാണിച്ചോ, കാണിച്ചെന്തോ, നിന്റെ ഭാര്യയും മക്കളും ഒക്കെ നിന്നെ എന്തോ വിചാരിച്ചോട്ടെ, എന്തായാലും എനിക്ക് പറ്റിപ്പോയി വിചാരിച്ചോട്ടെ. ഇത് പറയാൻ കഴിവുള്ളവന്മാരാണെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെ പറയണോ, ഇങ്ങനെ അപകടം പറ്റുന്നവർ ഇതിനെയൊക്കെ കണ്ട് വിളിച്ചോണ്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും അങ്ങനെ പോകാൻ പാടില്ല ഒറ്റയ്ക്ക്. അപ്പോൾ ഒരു 4-5 പേര് അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള തോന്നിവാസം നടക്കത്തില്ല. ഇങ്ങനെ ആരെങ്കിലും വന്ന് വിളിക്കുന്ന ഉടനെ ഈ ഹണി ട്രാപ്പ് ഇത് ഒരുക്കുമ്പോൾ അത് തിരിച്ചറിയണം, ഇത് ഹണി ട്രാപ്പാണ് ഇതെന്ന് പറയണം. പല സ്ത്രീകൾ സമീപിക്കാം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമീപിക്കാം. അത് അങ്ങനെയുള്ള, അതായത് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് ഒരു കാരണവശാലും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. ആ ഒരു ധാരണ, വഴിവിട്ട ബന്ധത്തിലേക്ക് പോകണം എന്നുള്ളവന് അതിന് ധൈര്യമുള്ളവനായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല,
പക്ഷേ അങ്ങനെ പോന്നെങ്കിൽ അതിനുള്ള ധൈര്യവും കഴിവും ഒക്കെ വേണം. കാരണം പൈസ ചോദിച്ചാൽ എനിക്ക് സൗകര്യപ്പെടുകയില്ല എന്ന് പറയണം കാശുകാരായി. എന്നെ കാണിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഏവന്മാർ കാണിക്കത്തുമില്ല. ഇനി അഥവാ അവന്റെ വീട്ടിലൊക്കെ അയച്ചു കൊടുത്താൽ എന്താ, എനിക്ക് ഇങ്ങനെ കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ഒരു ആർക്കെങ്കിലും സംഭവിച്ചാൽ അവർ ചെയ്യേണ്ടത് ആദ്യമേ അവരെ കുടുംബാംഗങ്ങളുടെ അടുത്ത് പറയണേ, എനിക്ക് ഇങ്ങനെ ഒരു പറ്റി, ഞാൻ ഇതിനൊന്നും പോയതല്ല എന്ന് ഇച്ചിരി കള്ളം പറഞ്ഞോട്ടെ. പക്ഷെ ഇങ്ങനെ ചെന്നു അവസാനം ഈ മുണ്ട് തുണിയെല്ലാം ഉരിഞ്ഞ് ഫോട്ടോ എടുത്തു, ഒരുത്തേയും കൂടെ നിർത്തി എന്ന് ആദ്യമേ തന്നെ അവരെ അയാളങ്ങ് വെളിവാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അതിന് വരെ ഇത് മറച്ചു വെച്ചേക്കും, ഇത് ഒതുക്കി വെക്കും. പൈസ ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും 50 ലക്ഷം രൂപയാണ് എടുത്ത് കൊടുത്തത്, ഇതുപോലുള്ള വൃത്തികെട്ടവർക്ക് കാശ് കൊടുക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ അങ്ങനെ സംഭവിച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഇത് ഇപ്പൊ എത്ര പേർക്കാണ് ഇത് സംഭവിച്ചേക്കുന്നത്? ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പലരും ഇത് പുറത്തു പറയാതെ ഇങ്ങനെ ഇത് കടിച്ചമർത്തി വിഷമം കൊണ്ട് നടക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പലതും വെളിയിലേക്ക് വരുന്നില്ല, കാരണം കാശിഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, ചോദിച്ച പണം എല്ലാം കൊടുത്തങ്ങ് ഒതുക്കും. അത് അങ്ങനെ ഒതുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളെ ഇത് ഒതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യാതെ ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി വീട്ടിലെ നിങ്ങളെ കുടുംബത്തിലങ്ങ് റിപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോഴേ പറഞ്ഞേക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മാലയും അതും ഇതുമെല്ലാം ഊരിയെടുത്ത് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കണം. ഇത് ഉണ്ട്, എന്നിട്ട് പോലീസ് പരാതിയും കൊടുക്കണം. അപ്പം അന്നേരം തന്നെ പോയി അങ്ങ് കംപ്ലൈൻറ്റ് ചെയ്തേക്കണം. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിടിക്കും, ഏതെങ്കിലും വിധത്തിൽ പിടികൂടിക്കൊള്ളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന് കാശ് ചോദിക്കത്തില്ല. വീട്ടിൽ ഇത് വെളിവാക്കാൻ പറ്റാത്തതാണ് ഈ പ്രശ്നം. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെടുത്തും മക്കളുടെ അടുത്തും ഒക്കെ ഇത് പറഞ്ഞുകൂടാ? എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പറയണം. അത് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരുമല്ലേ? ചിലപ്പോൾ ഭാര്യ എങ്ങാനും കുറച്ച് നാൾ വിരോധിക്കുകയൊക്കെ ചെയ്തെന്നിരിക്കും. സാരമില്ല, അതൊക്കെ ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു അപകടം പറ്റിയതാണെങ്കിൽ അപകടമാണെന്ന് നിങ്ങൾ പറയണം. പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. വേറെ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ അടുപ്പമുള്ള ആളാണ്, നല്ല പിടിപാടുള്ള ആളാണ്, എന്നിട്ട് പോലും അയാൾക്ക് ഈ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നു. ഒരു കാര്യവുമില്ല. ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയൊരു പിഴവാണ്. അത് പറയാനെങ്കിലുമുള്ള ഒരു വിവരം അയാൾ കാണിച്ചാൽ മതിയായിരുന്നു. ആ വിവേകം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പറ്റിപ്പോയത്. ഇങ്ങനെ ആർക്കും പറ്റാതിരിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പണമുള്ള ആളുകൾ. പണം എടുക്കാൻ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് പേര് വരും. അതൊന്നും ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. ഏതായാലും അന്വേഷണം അതിലേക്ക് നടക്കട്ടെ. ആ അന്വേഷണമൊക്കെ നടന്നു വരട്ടെ, എന്നാലേ നമുക്ക് ഇതിനെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റുള്ളൂ, ഉറപ്പായിട്ട്. പക്ഷേ അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതേപോലുള്ള ആളുകളെയൊക്കെ, അതായത് ഇത്രയും ഇമ്മോറാലിറ്റി കാണിച്ച് നടത്തി ആളുകളെ ഉപദ്രവിക്കുന്ന ഈ വിഭാഗങ്ങളെയൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ അമർച്ച ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടത്. പോലീസ് അതുപോലെ അത്രത്തോളം ഊർജിതമായിട്ട് അതിൽ നടപടിയെടുക്കണം.